അരുണിൻ്റെ ഈ പറഞ്ഞ പോലെ അരുണിൻ്റെ സ്റ്റോറി ടെല്ലിങ് ഭയങ്കര അടിപൊളി. അരുൺ ഒരു കാര്യത്തിന് അങ്ങനെ നറേറ്റ് ചെയ്ത് തരുന്നത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. പിന്നെ അത് ഭയങ്കര ഒരു കഴിവാണ്. എനിക്ക് ഒട്ടുമില്ലാത്തൊരു കഴിവാണത്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും കഥ പറഞ്ഞിരുന്നാൽ അവർ ഉറങ്ങിപ്പോവും. ഒട്ടുമില്ലാത്ത കഴിവാണ്. എനിക്ക് ഒരു കേട്ട കഥ ഞാൻ വേറെ വീട്ടിലാരോടെങ്കിലും പറയുമ്പോഴും അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. അത് എൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കുഴപ്പമാണ്. സോ സ്റ്റോറി ടെല്ലിങ് ഒരു ഭയങ്കര വലിയ കഴിവാണ്. പിന്നെ അരുൺ ഭയങ്കര ക്യുക്കായിട്ട് ഷൂട്ട് ചെയ്യും. ലൈക്ക് അരുണിന് ഭയങ്കര ധാരണയുണ്ട് എന്താണ് ഷൂട്ട് ചെയ്യേണ്ടത്, എന്താ വേണ്ടത്. അത് ഭയങ്കര പെട്ടെന്ന് അരുൺ ഷൂട്ട് ചെയ്ത് എടുക്കും. അതാണ് ഞാൻ അരുണിൽ പഠിച്ചത്. പിന്നെ പേഷ്യൻസ്, ഭയങ്കര പേഷ്യൻസ് ആണ് അരുൺ. ഈ കഥാപാത്രം എല്ലാ കഥാപാത്രങ്ങളും വ്യത്യാസമുണ്ടല്ലേ? ഇല്ല എല്ലാവർക്കും ഇല്ല. ചില കഥാപാത്രങ്ങൾക്ക് മാത്രം ഒന്ന് കൂടുതൽ ഉണ്ടായിരുന്നു. രണ്ട് ലുക്ക് ഉണ്ടായിരുന്നു. രണ്ടുപേരും പട്ടിണിയാണല്ലേ? ഞങ്ങൾ ഈവൻ നല്ല വ്യത്യാസം. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അരുണിന്റെ ഡയറക്ടോറിയൽ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ അരുൺ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. വേർ നമ്മൾ ഒരു ഷൂട്ട് നടക്കുമ്പോൾ ലൈറ്റിങ്ങിന് സമയം കൊടുക്കും, ലൈറ്റ് ശരിയല്ല അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ ടൈം കൊടുക്കും, ക്യാമറ ഫോക്കസ് ശരിയായില്ലെങ്കിൽ നമ്മൾ 100 ടേക്ക് പോലും കൊടുക്കും. അപ്പോൾ ഒന്നും പറയാതെ ലൈക്ക് വി ഓൾ ഗിവ് ടേക്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്ടറിൻ്റെ ഡയലോഗ് ഇവിടെ തെറ്റിയാൽ ആക്ടറിനെ ഒരിക്കലും പ്രഷർ തരാതെ വളരെ കാമാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന വളരെ ചുരുക്കം ഡയറക്ടേഴ്സ് എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്.